ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് ഈശോ തൻ്റെ കുരിശു വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ അവന് ചാർത്തിക്കൊടുത്ത കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് തൻ്റെ അവസാന യാത്ര നടന്നു നീങ്ങിയത്. അതിനിടയിൽ 5-ാമത്തെ സ്ഥലത്ത് ഒരു മനുഷ്യൻ ഈശോയുടെ കുരിശ് ഏറ്റുവാങ്ങുന്നുണ്ട്. അയാളെ നമ്മൾക്ക് പരിചയപ്പെട്ട് കിട്ടുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. കവറീൻകാരനായ അയാൾ അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും പിതാവായിരുന്നു. 2 ആൺമക്കളുടെ പിതാവ്. വയലിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അയാൾ കർഷകനായിരുന്നു. അയാൾ പടയാളികൾക്കും മറ്റുള്ളവർക്കും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. കാരണം അത്ര കൃത്യമായിട്ട് പേര് പറയണമെങ്കിൽ ആ മനുഷ്യൻ ഒരുവിധം പ്രശസ്തനായ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സ്വാധീനമുള്ള, പരിചയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം അയാൾ അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും പിതാവായിരുന്നു എന്നതാണ്. എന്തായിരിക്കണം ഈശോയെ കണ്ടപ്പോൾ ആ കുരിശ് ചുമക്കാൻ അയാളെ അവർ നിർബന്ധിച്ചു എന്നാണ് പറയുക. ആ നിർബന്ധം മൂലമാണെങ്കിലും ആ മനുഷ്യൻ ആ കുരിശെടുത്തപ്പോൾ തൻ്റെ മക്കളുടെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ ഈ കുരിശ് വഹിക്കുന്നത് എന്ന് ആ മനുഷ്യൻ ഓർത്തിട്ടുണ്ടാവാം. വളർത്തുദോഷം കൊണ്ടാണെന്ന് കരുതി, തെറ്റ് ചെയ്തിട്ടാണ് ഇവൻ കുരിശ് വഹിക്കുന്നത് എന്ന് കരുതി യേശുവിന് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ആരെന്നറിയാതെ തന്നെ ഒരുപക്ഷെ മനസ്സിൽ പഴിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം തൻ്റെ മക്കൾ 2 പേരും പേര് കേട്ടവരാണ്, ആ നാട്ടിൽ അറിയപ്പെടുന്നവരാണ്. അപ്പോഴും നിശബ്ദയായി കൂടെ അനുഗമിക്കുന്ന പരിശുദ്ധ മറിയത്തെ അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അറിയാമായിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ അയാളൊന്ന് രൂക്ഷമായി നോക്കിക്കാണും. ഇതെല്ലാം കണ്ടുകൊണ്ട് കരളിലിരിക്കുന്ന ഒരു നോട്ടം, അല്ലെങ്കിൽ സാന്ത്വനത്തിൻ്റെ സത്യത്താൽ ദീപ്തമായ ഒരു നോട്ടം ഈശോയും ഈ ശിമയോൻ്റെ നേരെ എറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്ങനെയായാലും പിതാവിൻ്റെ വാത്സല്യത്തോടെ ആ മനുഷ്യൻ ആ കുരിശ് ചുമന്ന് മുന്നോട്ട് നീങ്ങി. പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വത്തിനെയാണ് പിതാവ് എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ പിതാക്കന്മാരും തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും കുഞ്ഞുങ്ങളുടെ നന്മയും വളർച്ചയും അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും അവരുടെ മുഷട് സ്വഭാവത്തിനുള്ളിൽ, അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിൻ്റെ നീണ്ട നിരയ്ക്കുള്ളിൽ ആ വലിയ നന്മയും സ്നേഹവും മക്കളും ഭാര്യയും പോലും മറന്നു പോകുന്ന കാലവും ഉണ്ടാവാറുണ്ട്. എന്തായാലും കുരിശ് ചുമക്കുന്ന പിതാക്കന്മാർക്ക് ഒരു വലിയ സാന്ത്വനത്തിൻ്റെ ഇടമാണ് 5-ാം സ്ഥലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പിതൃസ്ഥാനീയരായി കടന്നു വന്ന്, ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ഇളയ കുട്ടികളായിരിക്കാം, പിതൃവാത്സല്യത്തോടെ മാതൃവാത്സല്യത്തോടെ നമ്മളെ കരുതുകയും കടാക്ഷിക്കുകയും ചെയ്യുന്ന അത്തരം ബന്ധങ്ങളെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. നമുക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ നിന്ന് ഏടുകൾ അടർത്തി മാറ്റി നമുക്ക് തരുന്ന ചില വ്യക്തികൾ, ഒരു നല്ല ഷർട്ടും നല്ല ഭക്ഷണവും കഴിക്കാതെ പോലും നമുക്കുണ്ണാനും ഉടുക്കാനും നമ്മുടെ ആശകൾ നിറവേറ്റാനും കൊതി തീരെ തിന്നാനും ഒക്കെ തരുന്ന നല്ല പിതൃഹൃദയത്തിൻ്റെ ഉടമകളായ വ്യക്തികൾ പിതാക്കന്മാരാവാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, ജീവിത പങ്കാളിയാകാം. ആണും പെണ്ണും ആരും ഈ ഉത്തരവാദിത്വത്തിൻ്റെ ലോകത്തിൽ നടക്കുന്നവരെല്ലാം ഈ ശിമയോനെ പോലെ, ദൈവപിതാവിനെ പോലെ, സ്വർഗീയ അപ്പച്ചനെ പോലെ നമുക്ക് കരുണയുടെ കരം നീട്ടി നമ്മളെ കയറി നിൽക്കാൻ പഠിപ്പിച്ച എല്ലാവരെയും
നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ 5-ാം സ്ഥലമൊന്ന് മനസ്സിൽ ധ്യാനിക്കാം നമുക്കിന്ന്. ആമേൻ.